അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പോകുന്നത് അമേരിക്കയിൽ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ ശേഷമുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ്. അദ്ദേഹം ഒപ്പിട്ട ഉത്തരവുകളുടെ വിശദാംശങ്ങളിലേക്കാണ്. അമേരിക്കയിൽ സുവർണ യുഗത്തിന്റെ പിറവി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും പാനമ കനാൽ തിരിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചുമാണ് ട്രംപിന്റെ തുടക്കം. സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞയ്ക്കൊപ്പം ട്രംപ് വിവാദങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കില്ലെന്ന തീരുമാനം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ലോക നേതാക്കളെയും ശതകോടീശ്വര വ്യവസായികളെയും സാക്ഷിയാക്കിയായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. The office of President of the United States. And will, to the best of my ability. And will, to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. I, James David Vance, do solemnly swear. I, James David Vance, do solemnly swear. That I will support and defend the Constitution of the United States. That I will support and defend the Constitution of the United States. Against all enemies, foreign and domestic. Against all enemies, foreign and domestic. That I will bear true faith. That I will bear true faith. And allegiance to the same. And allegiance to the same. That I take this obligation freely. That I take this obligation freely. Without any mental reservation. Without any mental reservation. Or purpose of evasion. Or purpose of evasion. And that I will well and faithfully discharge. And that I will well and faithfully discharge. The duties of the office. The duties of the office. On which I am about to enter. On which I am about to enter. So help me God. So help me God. Congratulations, Mr. Vice President. Ladies and gentlemen, please welcome Chief Justice Roberts to administer the presidential oath of office. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി കിരൺ ബാബു. കിരൺ, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു 47ാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഒരുപക്ഷെ അപ്രവചനീയമായതും അപ്രതീക്ഷിതമായതും പല പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലേറുന്ന ഒരാളിൽ നിന്ന് ഇത് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ദിവസത്തെ പ്രഖ്യാപനങ്ങൾ? അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്? ശ്രീജ, അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 10:30 അധികാരമേൽക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രഖ്യാപനങ്ങളും വന്നത്. ലോകം ആശങ്കയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കാണുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ട്രംപിൽ നിന്ന് അത്തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ആശങ്കയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രധാനമായും ഉണ്ടായത്. ആദ്യം പോസിറ്റീവായ വിഷയങ്ങൾ തന്നെ പൊതുവെ പറഞ്ഞാൽ അമേരിക്ക ലോക സമാധാനത്തിന്റെ
അതിൻ്റെ വക്താക്കളായി നിൽക്കും. ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെയും ഐക്യത്തിനും വേണ്ടി അമേരിക്ക മുൻകൈ എടുക്കും എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അമേരിക്കയുടെ സുവർണ്ണ യുഗം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിവാദമായേക്കാവുന്ന ഒട്ടേറെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കും, ചൊവ്വയിൽ ആളുകളെ ഇറക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണത്. അതോടൊപ്പം തന്നെ പാനമ കരാർ തിരിച്ചെടുക്കും എന്ന് പറയുന്നു. പാനമ കരാറിന്റെ നിയന്ത്രണം പാനമ അമേരിക്കയുമായിട്ടുള്ള കരാർ ലംഘിച്ചുവെന്നും ചൈനയാണ് ഇതിപ്പോൾ നിയന്ത്രിക്കുന്നതെന്നുമുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ലോക അധികാര സമവാക്യങ്ങളെയൊക്കെ തന്നെ പലതരത്തിൽ മാറ്റിയെടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു സംഘർഷത്തിന് സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് പാനമ കരാറിന്റെ നിയന്ത്രണം അമേരിക്ക തിരിച്ചെടുക്കും എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ ആക്കും എന്ന് പറയുന്നു. ഒരു അമേരിക്കൻ ദേശീയത, അത് സങ്കുചിത ദേശീയതയായാലും തീവ്ര ദേശീയതയായാലും അത് വളർത്തുക അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പെരുമാറുക എന്നുള്ളതായിരുന്നു നേരത്തെ മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ രീതി. അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ തീവ്ര ദേശീയതയൊക്കെ ഉയർത്തുന്ന നേതാക്കൾ ലോകത്താകമാനം ഉയർത്തുന്നതാണ് പേര് മാറ്റുക എന്നുള്ളത്. അത് ട്രംപും ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. ലോകം ഒരുപാട് മാറുകയും പുതിയ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു പ്രത്യേക ലിംഗമായി തന്നെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല. പുരുഷനും സ്ത്രീയും പോലെ തന്നെയാണ് മറ്റൊരു ലിംഗവും ഉള്ളത്. അതുകൂടി പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ കൂടി അംഗീകരിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് ലോകമാകമാനം നീറുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു പദവി ഇനി നൽകില്ല. പുരുഷൻ സ്ത്രീ എന്ന് 2 ജെൻഡർ മാത്രമേ ഉള്ളൂ. അതിലേതെങ്കിലും ഒന്നായിക്കൊള്ളണം എന്നുള്ള ഒരു തിരിച്ചുപോക്കിന് കൂടിയാണ് ട്രംപ് തുടക്കമിടുന്നത്. ആ തരത്തിലേക്ക് അമേരിക്ക പോലെ ഒരു ലോകത്തെ ഒരു വികസിത രാജ്യമാണ് ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ അരനൂറ്റാണ്ടെങ്കിലും മുമ്പ് നിലനിന്ന ഒരു ലോകക്രമത്തിലേക്ക് മടങ്ങിപ്പോക്കിനുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എല്ലാ സെൻസർഷിപ്പുകളും അവസാനിപ്പിച്ച അഭിപ്രായ സ്വാതന്ത്ര്യം തിരികെ കൊണ്ടുവരാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുമെന്നും പറയുന്നു. സെൻസർഷിപ്പുകൾ ഒക്കെ നിർത്തും എന്നുള്ള പറയുന്നത് അതേ ഭാഗത്ത് തന്നെയാണ്. മറുഭാഗത്ത് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ശക്തമായ നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഭരണകൂടവും അത്തരം അമേരിക്കൻ കമ്പനികളും ഒക്കെ ഏറ്റെടുക്കാനുള്ള ശ്രമം. ടിക്ടോക്ക് അടക്കം അവിടത്തേക്ക് വീണ്ടും അനുമതി നൽകുമ്പോൾ 50% അതിന്റെ ഓഹരി വിഹിതം അമേരിക്കയ്ക്കായിരിക്കണം, അമേരിക്കൻ കമ്പനികൾക്കായിരിക്കണം എന്നുള്ള വ്യവസ്ഥയടക്കം വെക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കും എന്ന് പറയുന്നു. സ്വാഭാവികമായും പാരീസ് ഉടമ്പടി അടക്കം പിൻവലിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് അത് നീങ്ങുന്നത്. ലോകത്താകമാനം പ്രകൃതി സ്നേഹികളും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ശാസ്ത്രകാരന്മാരുമെല്ലാം ട്രംപിന്റെ വരവിനെ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ട്രംപ് അത്തരത്തിലേക്ക് ലോകത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു, അല്ലെങ്കിൽ ആഗോള താപനം വർദ്ധിക്കുന്നതിനെതിരായ പോരാട്ടത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു. പ്രകൃതി സംരക്ഷിക്കേണ്ടത് അതിനപ്പുറം മനുഷ്യനാണ് പ്രധാനം, പ്രകൃതി സംരക്ഷിക്കൽ പിന്നീടാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ലോകത്താകമാനം പല വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന നിലപാട് തന്നെയാണ്. അത് ഔദ്യോഗികമായി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ തലവൻ അതിന്റെ വക്താവായി മാറുകയും അത് ആ രാജ്യത്ത് നിലവിൽ വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് അമേരിക്കയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ആഗോള താപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികളിൽ ഒരു രാജ്യം അമേരിക്ക കൂടിയാണ്. അത്തരമൊരു രാജ്യമാണ് അത്തരമൊരു കരാറിൽ നിന്നടക്കം പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയേക്കാൾ വലുത് മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ നേട്ടങ്ങളാണ് എന്ന ഒരു ആശയം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട US-ൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എണ്ണ ഖനനം പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. എണ്ണയുടെ ഖനനം, ആവശ്യത്തിന് എണ്ണ കുഴിച്ചെടുക്കുക എന്നുള്ള അല്ലെങ്കിൽ ക്രമാതീതമായി എണ്ണ ഖനനം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നതാണ്. ഇതെല്ലാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എടുത്ത തീരുമാനങ്ങളാണ്. ഇതെല്ലാം ട്രംപ് പൂർണ്ണമായും അട്ടിമറിക്കുകയാണ്. ഖനനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കൂടിയാണ് ട്രംപ് എടുക്കുന്നത്. എന്തായാലും തുടക്കത്തിലെ ദിവസം തന്നെ അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ലോകത്തിന് വലിയ ആശങ്കയും നൽകുന്ന പ്രഖ്യാപനങ്ങളൊക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി ഈ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപ് എടുക്കാൻ പോകുന്ന നിലപാടുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ളതടക്കം ഒരുപാട് കുടിയേറ്റക്കാരുള്ള രാജ്യമാണ് അമേരിക്ക. അവിടെ അതൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഒരുപക്ഷെ അവിടെയുള്ള ഏതാണ്ട് 7.25 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും? ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും അമേരിക്കക്കാരുടേതാണ് എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പ്രാഥമികമായ മുദ്രാവാക്യം. അത് ഏതൊക്കെ തരത്തിലാണ് പ്രാവർത്തികമാക്കുക അദ്ദേഹം എന്നത് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്.